കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നല്ല നിമ്മതി കിടച്ചത്. അതാണ് അത് ഇട വായിച്ചാൽ എല്ലാവരും നന്നായിടുക എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിടച്ചത്, ധൈര്യം കിടച്ചത്. അപ്പം ഇതിലേതെ ഭാഗവതത്തിൽ എത്ര ശക്തിയുണ്ട്. ഓരോ മനുഷ്യനും അത് വായിച്ച് அதோட அர்த்தங்கள் கிரகிக்கிறத அர்த்தம் ஒரு പ്രാവശ്യം വായിച്ച പോലെ ആയിരിക്കാது. அப்படி அர்த்தம் கிரகிக்கிறத அதுக்கு எத்தனை ആഴത്തിൽ മനുഷ്യരുടെ മനസ്സിലുള്ള കയറാൻ முடியும் എന്നുള്ളത് இந்த ഒരു ഇതിലേതേ നമുക്ക് മനസ്സിലാക്കില്ല. ഇത് ഭാഗവതം ഭാഷിക്കാത്ത എപ്പിടിന്നാ ഒരു ഇരുട്ട് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോയിടും. വെളിച്ചം വന്നു കഴിഞ്ഞാൽ നീ ഇരുട്ടേ പോ എന്ന് നമ്മൾ ചൊല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ ഭാഗവതത്തെ ഓരോ പ്രാവശ്യം വായിച്ച് മന്നം ചെയ്ത് വർഷമേറ്റം എന്നാവും അജ്ഞാനം ജ്ഞാനം വരും. അപ്പോൾ ജ്ഞാനം എന്നതെന്ന് വെച്ചാൽ എന്നത്തെ നമ്മൾക്ക് தெரிஞ்சു കഴിഞ്ഞാൽ വേറെ ഒന്നെ പറ്റിയും തെരിയേണ്ട ആവശ്യമില്ലയോ. ഇപ്പൊ സാധാരണ ഭോഗത്തിലുള്ളതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കിടച്ചാലും അടുത്തത് കിടക്കണം அப்படின்னு തോന്നും. ആനാ ശരിயான ആത്മജ്ഞാനം ചൊല്ലി ജ്ഞാനം കിടച്ചു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കിട്ടണ്ടാത്ത ഒരു ജ്ഞാനം ഉണ്ടാകാൻ അന്ധജ്ഞാനം കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലുള്ള ഇരുട്ട് അജ്ഞാനം ഇതുമാതിരി ഉള്ളതെല്ലാം പോയിടും. അപ്പൊ ഇത് ശരിക്കും നൈമിഷാരണ്യത്തില് 88,000 മുനിമാർക്ക് കലിയുഗത്തില് നിറയെ പേർക്ക് തെരിയണല്ലേ. അപ്പൊ നൈമിഷാരണ്യത്തില് വെച്ചാക്ക വെച്ചാല് അന്ന് നൈമിഷാരണ്യത്തിൽ പോനാ തെരിയും ഈ സുഖബ്രഹ്മം ഇത് ചൊന്ന ഇടത്തേക്കും இந்த 88,000 മുനിമാർ കേട്ടിട്ടുണ്ട് ഇടത്തേക്കും. ഇപ്പോൾ നമ്മളോട് കണക്കനുസരിച്ച് പറഞ്ഞാൽ 2 കിലോമീറ്ററിനോ ദൂരമുണ്ട്. അന്നൊക്കെ മൈക്കൊന്നും ഇല്ലേ. പക്ഷേ അന്ന് മൈക്കൊന്നും ഇല്ലാതെ ഇവരിക്കേന്ന് ചൊന്നത് മുഴുവൻ അവ ഗ്രഹിച്ചാന്നുണ്ടാകാം. അതിന് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കത്തുള്ളത് അത് കാടാക്കുമേ, ഫുള്ള് കാടാക്കും. അത് കാട്ടിലെ കിളികൾ ഇരിക്കാതാ, കിളികൾ ചിലക്കാതാ, കാറ്റനക്കാതാ, ഇതെല്ലാം ഇരിക്കുമേ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവളിൽ മുഴുവൻ കേൾക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇത് അന്ത കിളികളും മരങ്ങളും കൂടെ ഇത് അത്ര ശ്രദ്ധയാ കേട്ടതിനേക്കും അത്ര ദൂരത്തിൽ ഇരുന്നിട്ട് അവൾക്കും കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിച്ചതെന്ന് നമുക്കിപ്പോൾ നമുക്ക് തോന്നും. അല്ലെ അത്ര ദൂരത്തിൽ നമുക്ക് സാധാരണ കേൾക്കാതെ ഇപ്പൊ എനിക്ക് ഞാൻ അത്രയും പേർക്ക് തന്നെ മോൾ മൈക്ക് വെക്കണം. അപ്പൊ അത്രയും പേരൊക്കെല്ലാം കേൾക്കാൻ തക്കനെ അത്രയും നല്ല ഒരു പുസ്തകവും അതോടെ ഏതുമാക്കും ഭാഗവതം പുസ്തകത്തെ തൊട്ടാലേ ഭഗവാനോട് കാലം പിടിച്ച മരുത്താൻ. പിന്നെ ഞാൻ ഇത് ഭാഗവത വായിച്ചു കഴിയത്ത് നമ്മളിലുള്ള സർവ്വദോഷങ്ങളെ നശിപ്പിച്ച് നമുക്കെല്ലാം നല്ല സിദ്ധിയുണ്ടോ അതെല്ലാം പോഷിപ്പിച്ച് അതെല്ലാം ചെയ്യാത്തൊക്കെ ഭാഗവതം ചെയ്യും. പിന്നെ മനസ്സ് പരിശുദ്ധമാക്കും, അജ്ഞാനങ്ങളെ കളയും. അജ്ഞാനം പറഞ്ഞാൽ ഒരു ചിന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നുമില്ല ഒരു ട്രെയിനിൽ നോക്കും. നമ്മൾക്ക് സാധാരണ നമുക്ക് എല്ലാം ഉള്ള കണക്ക് നമുക്കൊരു തോന്നലുണ്ട് ഇത് 7 നാളത്തെ കൊണ്ട് നമ്മൾ അഹം എന്നുള്ള ഭാവം പോണം എന്നുള്ളതാക്കും. സപ്ത അഹങ്ങളും പോണം എന്നുള്ളതാക്കുമേ സപ്താഹം. നമ്മൾ സാധാരണ ഒരു തോന്നലുണ്ട് എല്ലാത്തിനെയും നമ്മൾ ഭഗവാൻ ഇരിക്കാൻ എല്ലാത്തിനും ഭഗവാൻ ഇരിക്കാൻ പോലെ നമ്മൾക്ക് പേശത്തെ ഭാഗത്തുണ്ട്. അന്ധവികാരം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും വന്നാച്ച എന്നുള്ളത് നമുക്ക് ഒരു ചിന്ന ഒരു എക്സാമ്പിൾ ഒരു ട്രെയിനിൽ കയറണം. ഒരു കമ്പനിയെ തന്നതിനൊക്കെ പതുക്കെ മാറ്റി വെക്കുക. അതിനെ ആര് ബോധിക്കുന്നതും ഇല്ല. അവനെ സൃഷ്ടിച്ചതും ഭഗവാൻ, നമ്മളെ സൃഷ്ടിച്ചതും ഭഗവാൻ, ഒന്നും വരാതെ എന്നുള്ള അന്ധധൈര്യം നമുക്ക് വെറുതല്ലേ. അപ്പോൾ ചിന്ന അജ്ഞാനം ചിന്ന കാര്യങ്ങൾ ഇതിലേത് തുടങ്ങി ആരെ കണ്ടാലും എന്നെ കണ്ടാലും എല്ലാത്തിനും ഒരു ചിന്ന ജീവിനെയാലും പെരുജീവിനെയാലും അവരില്ലാണ്ടാക്കാൻ അതില്ല, അവർക്ക് ചൈതന്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും വരെ നമുക്ക് മനസ്സിലാക്കത്തക്കനെ നമ്മളിന്ന് ഭാഗവതം ഭാഷിക്കപ്പെട്ട ആൾക്ക് എല്ലാവർക്കും തന്നെ അന്ന് ഒരു ബോധം വരത്തക്കനെ ആവണം. നമ്മളിപ്പോൾ ആദ്യത്തെ ഇതിലെ പാട്ടും നാരദൻ കണ്ട് ரொம்ப சங்கடமா சொல்லி நான் போயாச்சு രാമേശ്വരത്തിലേക്ക് കാശി വരെ പോണേ. എനിക്ക് ഒരിടത്തിലേയും ഞാൻ എല്ലാവരും അവാമാനോട് സ്വന്തം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ളതും ഭോജനാർത്ഥം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതെല്ലാം ചേരാ ഭഗവാന് വേണ്ടി ആരോഗ്യം ചെയ്യണമെന്നുള്ള സങ്കടത്തിലേക്ക് അവർ പോയാൽ ഉള്ളതെല്ലാം ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതിനെ ഭാഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നാച്ച് അപ്പോഴൊക്കെ അവർ പോറ വഴിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭക്തിയെ പാകരാൻ ഭക്തിയോട് കിട്ടക്ക ജ്ഞാനവും വൈരാഗ്യവും വയസ്സാന വാളായിട്ട് കിടക്കാം. അവളോട് കുണ്ടകളൊക്കെ അവർ രണ്ടുപേരും. പക്ഷെ അവളെക്കാട്ടും ഒരുപാട് വയസ്സാന വാളായിട്ട് കിടക്കുന്ന സമയത്തിൽ ഇവാൾക്ക് എപ്പടി അപ്പോൾ ഞാനൊക്കെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം വരുന്നത് എല്ലാം ഭക്തിയുള്ള ഒരാളെ കണ്ടാലേ അപ്പോൾ അവളോട് സങ്കടത്തെയെല്ലാം ചൊന്ന എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ ആദ്യത്തേലും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നതിനാല് ഭക്തി യുവതിയായിട്ടും ഇവാനും പേരും വയസ്സാന വാളായിട്ട് കിടന്നാലല്ല ഭക്തി അത് കിടന്ന് വൃന്ദാവനത്തിൽ പോരാ.
വൃന്ദാവനത്തിൽ പോയപ്പോൾ അന്നുള്ള അന്ത് ഐശ്വര്യം കാരണം അവൾക്ക് യുവത്വം എല്ലാം തിരുമ്പി കിടച്ചത്. പക്ഷെ ഇന്ന് രണ്ടും പറയലേ, ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ജ്ഞാനവും അവൾക്കൊന്നും പുഷ്ടിപ്പെടാൻ പറ്റലേ. അപ്പോൾ ഇവർക്ക് നാരദർക്കും സങ്കടം വന്നാച്ച്. അപ്പോൾ അത് അന്ത് ആലോചിച്ചുണ്ടാക്കാൻ ഇവരൊക്കെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നാച്ച്, അപ്പോൾ എന്നോട് അപ്പ ചെയ്യാറുണ്ടെന്നല്ല ആലോചിച്ചപ്പോൾ ഇവർക്കും എന്നാ ഇവളെ ഒന്ന് രക്ഷിക്കണം എന്നുണ്ടോ. അപ്പോൾ അവളെല്ലാം കേൾക്കണം. വന്നിട്ട് ചെല്ലുവാൻ പരീക്ഷിത് രാജ വന്നാരേ, പരീക്ഷിത് രാജ വന്നിട്ട് എല്ലാത്തെയും നിഗ്രഹം പണിതാരെ അവർക്ക് இந்த കന്യ നിഗ്രഹം പണ്ണപ്പെടാതായിരുന്നതാ എന്ന് കേൾക്കണം. പക്ഷെ അതിനുള്ള കാരണം എന്നതാണെന്ന് പറഞ്ഞാൽ இந்த കലിയുഗത്തിനെ മാത്രം തന്നെ വെറും നാമസങ്കീർത്തനവും ഭക്തി നാമസങ്കീർത്തനവും ഭഗവത് വിചാരവും കൊണ്ട് മാത്രം മനുഷ്യർക്ക് ഭക്തി നന്നാവരും. അത് ബാക്കിയെല്ലാം ഇതൊന്നും എന്നെ വേണം, തപസ് വേണം, ഹോമം ചെയ്യണം, യാഗം ചെയ്യണം, യജ്ഞം ചെയ്യണം. ഇതെല്ലാം ചെയ്താനാത്താൻ അത് ഭക്തി എന്നുള്ള അതിൻ്റെ എത്തുമായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ എപ്പോഴും നാമസങ്കീർത്തനം മാത്രം പോലും നീ 1000 പേർക്ക് ശാപം കൊടുക്കാം, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. മനസ്സുകൊണ്ട് ചെയ്യപ്പെട്ട ഓരോ പ്രകൃതിയെയും കാണപ്പെട്ടത് എല്ലാത്തിലെയും ഭഗവാനെ മാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഭക്തിമാർഗത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തിമാർഗമാർഗം ഏറ്റവും ഈസി ആയിട്ടുള്ളതും അല്ലവാ. ഭക്തിമാർഗം തന്നെ ഇപ്പം ഒരു യാഗം ചെയ്യണം, ഒരു പൊതു ചെയ്യണം, തപസ് ചെയ്യണം, എല്ലാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത് അതൊന്നുമില്ല. നാമസങ്കീർത്തനം ഭക്തി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ നീ 108 പ്രാവശ്യം ഒരു നാளைക്ക് ചൊല്ലാൻ അതേ ഭക്തിത അത് ചൊല്ലുമ്പോൾ എന്നോട് മനസ്സിന് அந்த ഭക്തിയോട് വൈബ്രേഷൻ ഇരിക്കണമെന്ന് മാത്രം. ചുമ്മാ നാക്ക് മാത്രം ചൊല്ലില്ല, ചുമ്മാ നാക്ക് മാത്രം ചൊല്ലിയിട്ടുണ്ടാൽ കൂടെ കിടക്കും. പക്ഷേ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നീ മനസ്സാരെ ചൊല്ലണം. നമ്മൾ ചുമ്മാ ചൊല്ലിയിട്ട് പുറത്തേക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത്രയും എളുപ്പം നമ്മൾ മനസ്സാരെ ഭഗവാനെ കൂപ്പിട്ടാൽ തന്നെ ഭഗവാൻ വരുവ. അത് പലർക്കും പല ആളുകൾക്കും പല എക്സ്പീരിയൻസിൽ നിന്നെല്ലാം തെരിയും അന്ത വിചാരത്തോടെ. അപ്പം അതിനാല കലി എന്നെ ചെയ്താൽ പരീക്ഷിച്ച് തന്നെ ചെന്നാൽ കലിയെ ഇപ്പോൾ നിഗ്രഹം പണ്ണണ്ട. കലിയെ നിഗ്രഹം പണിയിട്ടോ മനുഷ്യർക്ക് ഇത്ര ഈസി ആയിട്ട് ഭഗവാനെ പിടിക്കാൻ മുടിയാതെ ഭഗവാനെ പിടിക്കുന്നത് ഇത്രയും ഈസി ആയിട്ടുള്ള കലിയുഗം വിൽക്കത്ത എന്നാ ശരി ചൊല്ലിയിട്ട് അത് കലിയിട്ട ഈ കൊല്ലതേ. പക്ഷെ നീ പോകേണ്ട സ്ഥലം ചൊല്ലിട്ട് കൊല്ലം സ്ഥലങ്ങളെല്ലാം ചൊല്ലാൻ അതെല്ലാം നമ്മൾ വായിച്ചെടുക്കും. അതായത് സന്ധ്യാസമയത്ത് തൂക്കപ്പെട്ടത് മറ്റേ ചില ചെയ്യപ്പെടാത്ത കാര്യങ്ങളെല്ലാം കാണുന്നേ. അതെല്ലാം നീ ഇരുന്നുക്കോ എന്ന് ചൊല്ലിയിട്ട് ചൊല്ലാൻ. അത് കഴിഞ്ഞപ്പം ഞാനതെനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇവൾക്ക് ഇവളോട് 2 കുഴന്തകളായിരിക്കും ഭൂമിയിൽ എന്നെ മാനാലും ഭക്തി വരണം, ജ്ഞാനം, വൈരാഗ്യം എല്ലാം വരണം. വൈരാഗ്യം എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ എടുക്കുന്ന മലയാളത്തിലുള്ള വൈരാഗ്യവുമായിട്ട് നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് കൊണ്ടിട്ടാണ്. എന്താ വൈരാഗ്യം എന്നാ എന്നതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കറക്റ്റായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് വേണം, ഇത് വേണം, ആശയിലേന്ന് മുക്തി നേടുന്നത് അന്തവൈരാഗ്യമാണ് ഇന്ത്യ ചൊല്ലിയിരിക്കപ്പെട്ട വൈരാഗ്യം. മറ്റേ മലയാളത്തിലുള്ള വൈരാഗ്യമായിട്ട് നമ്മൾ കൺഫ്യൂസ് പഠിക്കപ്പെടാറ്. അപ്പോൾ ഇപ്പം നീ എന്നിട്ട് പിന്നെ ഇത്രയും സങ്കടപ്പെട്ടപ്പോഴത്തേക്കും ഭക്തിയുടെ നാരദർ ചൊല്ലുക ഭക്തി എന്നുള്ളത് നീ ഭഗവാനോട് വല്ലഭയാക്കും. അതിനാൽ നീ വൈകുണ്ഠത്തിൽ ഉണ്ടായിരുന്നത് ജ്ഞാനം ഇതെല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ എന്നെ ചൊല്ലായിരുന്നാണ് ലോകം നന്നാവർക്ക് വേണ്ടി നീ ഭൂമിക്ക് പോകും. ഭക്തന്മാരോട് മനസ്സുകൊള്ള നീ കയറി വെക്കാരും. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സുകൊള്ള നീ കയറി വെക്കാണ്ട് കഴിയുന്ന സമയത്തിൽ അവൾക്ക് ഭക്തി വരും. നീ അങ്ങനെ ഇരുന്നിട്ട് അവളോട് ഭക്തി ഇന്ന കൂട്ടത്തില് ഭക്തി എന്നുള്ള ഭാവത്തിൽ എന്നെല്ലാം അവ ചെയ്യണം, എവിടെയെല്ലാം ചെയ്യണം, എവിടെ ഇരിക്കണം എന്നുള്ള அந்த ഭക്തി ഭാവത്തെ നീ നന്നാ കൂട്ടി ഇരിക്കത്തുകാർക്കും ചൊല്ലിയിരിക്കുന്നത്. അപ്പോൾ அப்படி வர சமயத்துல பக்தி கூடுற சமயத்துல பகவானும் உன்னோடு கூட தண்ணியுண்டு. எங்க பக்தி உண்டோ அங்க பகவான் உண்டு. அப்போ உங்க கூட பகவானும் இருப்பாருன்னு சொல்லி அவளை சமாதானப்படுத்துவார். அப்போ பின்ன சொல்லுவார் பாரு, എങ്ങനെയാകുമോ എല്ലാവരും ആശിക്കുന്നത് മുക്തി അല്ലവാ. പക്ഷേ മുക്തി ആരോട് ദാസിയായിട്ടാകും മാത്രമല്ല தெரியுமா, ഭക്തിയോട് ദാസിയാകും മുക്തി. ഭക്തിയെ കടച്ച് ഭക്തിക്ക് മുക്തി എന്നുള്ളത് ഏറ്റവും പരമപദം ചൊല്ലുമോ. പക്ഷെ ഭക്തി ഉണ്ടാകാതെ മുക്തി കിടക്കും. അപ്പോ മുക്തിയെ എന്നോട് ദാസിയായിട്ടാക്കും, ഭക്തിയോട് ദാസിയായിട്ടാക്കും ഭഗവാൻ ആക്കിയിരിക്കാൻ. അതിനാൽ இந்த 2 മുദ്രമാലയും കൊണ്ട് നീ പോയിക്കോ. അപ്പോൾ പിന്നെ എന്നെ പറ്റത് കലിക്ക് ശക്തി കൂടി വന്നപ്പോൾ മുക്തി പോയിട്ടാണ്. എന്നാൽ അവൾക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലേ. നിറയെ
ഭക്തന്മാരുണ്ടാകാൻ മുക്തിയുടെ ആവശ്യം. ഓ ചൊല്ലുകളില്ലേ, ഞാൻ പുറം ചൊല്ലിട്ട് പോകണം. അപ്പോൾ ചൊല്ലുക ഇല്ലേ, ഭക്തി നല്ല ഭക്തിയിൽ ആൾക്കാർക്കും മുക്തി കൊടുക്കണം. അപ്പോൾ ഭക്തി നനച്ചാനാ മുക്തിയെ കൊണ്ടുവന്ന് നമുക്ക് തരാൻ പറ്റും. അപ്പടി ചൊല്ലിയിട്ട് അതുകൊണ്ടാക്കും മുക്തി പോയിട്ട നീ എപ്പോൾ കൂപ്പിടുകയോ അപ്പോൾ അവൾ വന്ന് എന്നോട് ആവശ്യത്തെ എല്ലാം നിറവേറ്റി തരുക ചൊല്ലുക. കലിയുഗത്തില് ഭക്തി വര സമയത്തില് നമ്മൾ ഭക്തിന്ന് ചൊല്ലണം. ഭക്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലം കഴിഞ്ഞിട്ട് പൂജ പണി അത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ ചൊന്ന പോലെ அந்த മനസ്സിലുള്ള அந்த ദൈവത്തെ വിചാരിച്ച് കഴിയാത്ത അഭിരാമി പട്ടിലും ചൊല്ലിയിരിക്കാറ്, എല്ലാവരും ചൊല്ലിയിരിക്കാറ് എന്നത് ഭക്തി കൂടി കഴിയാത്ത നമുക്കൊരു മനസ്സിലുള്ള ഒരു വിറയൽ പോലെ വരും, കണ്ണിലെ വെള്ളം വരും. അടുത്ത വാക്ക് നമുക്ക് എന്നെ ചൊല്ല പോകണമെന്ന് നമുക്ക് ചൊല്ല മുടിയാതെ തൊണ്ട ഇടറും, കണ്ണീര് വരും, ആഴത്തെ കണ്ണീര് വരും, ഹൃദയം പതറും. அப்படியெல்லாம் வளர்ந்ததுக்கு அந்த பக்தின்னு நீ சும்மா വായിച്ചിട്ട് വെച്ചോമന അത് ഭക്തി. അത് ശരിயான ഭക്തി വന്ന ഒരു മാത്ര പൊഴുത് ഒരു മിനിറ്റ് ആകാതെ அந்த ശരിயான ഭക്തി അവനോട് മനസ്സുക്കുള്ള വന്നിട്ടുണ്ടാകാൻ അവനോട് മനസ്സിലെ இந்த കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. അടുത്ത വാക്ക് വരാതെ ചൊല്ല മുടിയാതെ കണ്ണ് നിറഞ്ഞു പോകും. കണ്ണ് നിറഞ്ഞു പോയാൽ നമുക്ക് അടുത്ത് വാശിക്ക മുടിയാതെ അന്ന് ഒരു സ്റ്റേജ് എത്രതാക്കും ശരിயான ഭക്തി. അത് ഒരു നാളൊക്കെയല്ല, നമുക്ക് ശരിயான ചില രാജാവാൾക്കെല്ലാം നമ്മൾ ചൊല്ലിക്കേൾക്കുമ്പോൾ ആവാളോട് പൂജ കഴിച്ചാച്ചന ഭഗവാന്റെ ഉത്തരവ് വന്നാക്കാൻ അവ എടുത്തിട്ട് പോവാ എന്ന് വരെ നമ്മൾ പല കഥകളെല്ലാം കേട്ടിരുന്നു. അപ്പൊ ആവാൾക്കെല്ലാം എന്നേക്കും അത് സ്വാമിയെ കാണാൻ പറ്റുന്നത് അതേമാതിരിയുള്ള ഭക്തി വരണം. அப்படி ரொம்ப നിഷ്കാമമായിട്ട് നല്ല ഭക്തി മാത്രം ഇരിക്കപ്പെട്ട ഒരാൾ വിട്ടാക്ക ഒരു നെഗറ്റീവ് ഫോഴ്സും വരാതെ, നെഗറ്റീവായിട്ടുള്ള ഒന്നും ആൾക്ക് വരാതെ. പിന്നെ അപ്പോൾ ഇത് ചൊല്ലത്തെ ഒരു സംശയം തോന്നും, നമ്മൾ അത് ആഗ്രഹിക്കണോ ഇത് ആഗ്രഹിക്കണോ, നമ്മൾ അത് കിട്ടണം വിചാരിക്കണം ഇത് കിട്ടണം വിചാരിക്കണം, ഞാൻ ഇത്ര ജപിച്ചേ, ഞാൻ ഇതെല്ലാം ചെയ്തേ, ഞാൻ കോവിലേക്ക് പോണേ, ഇതെല്ലാം ചെയ്തേ, എന്നിട്ടും എനിക്ക് കിട്ടില്ലേ, അപ്പൊ ഞാൻ ഭഗവാൻ തരലേ. ഇപ്പോഴുള്ള ഒരു സംശയം സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ അതെല്ലാം കർമ്മഫലമാണ്. കർമ്മം നമ്മൾ ഇത് പിന്നാത്ത ജന്മത്തിലെയോ ഇന്ന ജന്മത്തിലെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്നവാതെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. അന്ന് തെറ്റുകളോട് ശിക്ഷ എല്ലാവരും അനുഭവിച്ചാൽ പറ്റും. ഇപ്പോ രാമാവതാരത്തോട് സമയത്തിന് ഒളിഞ്ചു നിന്ന് ഭാര്യ അമ്പെയ്തതിനാല് നമുക്ക് തെരിയും ഭാര്യയോട് അമ്പാല എന്നാൽ അവർ ശ്രീകൃഷ്ണൻ ഇത് വാങ്ങിയില്ലായിരുന്നുള്ളത് നമുക്ക് തെരിയും. അപ്പൊ തെറ്റ് ആര് ചെയ്താലും കണ്ടു. പിന്നെ എന്നാ അവർക്ക് കാഠിന്യം കുറച്ച് തരും. ഭക്തിയും ദൈവവും നമുക്ക് കുറച്ച് കണ്ടു. നമ്മളിതെല്ലാം ചെയ്തത് കൊണ്ട് നമുക്കത് കിട്ടും എന്നുള്ള അന്തൊരു വിചാരത്തോടു കൂടിയുള്ള ഭക്തിക്ക് അത് ഭക്തിന്ന് നമ്മൾ അത് മായാതെ ചൊല്ല മുടിയാതെ ജസ്റ്റ് നമ്മൾ നമ്മളോട് ആഗ്രഹമുള്ള ദൈവത്തിലുള്ള വെക്കണോ എന്ന് മാത്രം ചൊല്ല മുടിയും. இப்படி இதெல்லாம் ചെയ്തിട്ട് അപ്പോൾ ഭക്തിയുടെ ഇതെല്ലാം ചൊല്ലി നീ അത് പെരിയോന്നെല്ലാം ചൊല്ലി കഴിയാത്ത ഭക്തിക്ക് വളരെ സന്തോഷമെല്ലാം പത്ത് ശരിതാനേ. അത്രയും ഒരു പൊസിഷൻ എല്ലാം പറഞ്ഞല്ല ഭക്തിക്ക് സന്തോഷം പറഞ്ഞു. അപ്പോൾ ഇവർ ചൊല്ലി ശരി ഇവാളെ രണ്ടുപേരും എഴുപ്പത്തിന് വേണ്ടി നാരദൻ ഇവ രണ്ടുപേരും കാതില് ബാക്കി വേദാന്തം ഭാരതം ഭഗവത്ഗീത എല്ലാം இந்த രണ്ട് കുട്ടികളോടും കാതില് ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞ് എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്നാച്ച് അന്ന് അവൾക്ക് ഒരു അനക്കം വന്നു. അനക്കം വന്നപ്പോഴത്തേക്കും അവ അനങ്കി അയച്ച് ഇതെല്ലാം കേട്ടപ്പോൾ അവ എഴുതുന്നത് എന്ന് നാരദൻ വിചാരിക്കുക. പക്ഷേ അവ തിരുപ്പിയും പഴയ പോലെ ആയിപ്പോ. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടം വന്നു. നമ്മളിപ്പോ ഇതെല്ലാം ചൊല്ലിയിട്ടും ഇവ എഴുതിക്കളിയെന്നുള്ള ഒരു സങ്കടം അവർക്ക് വരും. പെരത്തിനാലും കേൾക്കാം. അപ്പൊ ഇപ്പൊ ரொம்ப സങ്കടപ്പെടുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കും എന്നത് ധർമ്മം இதுக்கெல்லாம் പരിഹാരമുണ്ട്. അത് സത്തുക്കൾ ഉനക്ക് ചൊല്ലിത്തരുക. ഇതിലേന്ന് എല്ലാവരെയും രക്ഷിക്കപ്പെട്ടുള്ളതെല്ലാം ഈ സത്തുക്കളെ പോയി പാല് അവ ഉനക്ക് ചൊല്ലിത്തരുക. അതായത് മുനികുമാരന്മാരെല്ലാം പോയി പാല് ചൊല്ലും. അപ്പോൾ അവർ സത്തുക്കളെല്ലാം അന്വേഷിച്ച് ഭരദ്വാജാശ്രമത്തേക്ക് അവിടെ ആശ്രമത്തിലെല്ലാം ബദരീനാഥത്തേക്കെല്ലാം പോകും. അപ്പോൾ വേദവും വേദാന്തമുള്ള അവ ചൊല്ലുക നീ സത്യം ചെയ്യത്തുള്ള മാർഗം അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇവാൾക്ക് തനിയെ ഇവാൾക്ക് ശക്തി കടച്ചിക്കും എന്ന് ചൊല്ലുക. അപ്പൊ ഇവർ ചൊല്ലുവൻ ഞാൻ
ശ്രീകൃഷ്ണനോട് വായനയും ചൊന്ന ഗീതയും വേദം വേദാന്തം എല്ലാം ഞാൻ ഇവാൾക്ക് ചൊല്ലിയിട്ടും ഇവ എഴുതിക്കളയും. അപ്പൊ എന്നെ ചേർന്ന് ചൊല്ലുക. അപ്പൊ അവ ചൊല്ലുക നീ ഭാഗവതത്തെ ചൊല്ലും, ഭാഗവതത്തെ ചൊന്ന എഴുതിപ്പ. അപ്പൊ ഇതിനെല്ലാം ഉള്ളത് തന്നെ ഭാഗവതത്തിലിരിക്കും. ഭാഗവതത്തെ വേദം എന്നും ചൊല്ലുക. അപ്പൊ വേദം ഇതെല്ലാം തന്നെ അതിലിരിക്കും. അപ്പൊ പിന്നെ ഇതും അത് ഞാൻ ഇത്രയും ചൊല്ലിയിട്ടവാ എഴുതാത്തവാ ഇനി ഇപ്പഴും എഴുതിരിപ്പാ എന്ന് കേൾപ്പാ. അപ്പൊ അവർ ചൊല്ലുവാൻ ഇതിപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്നതിനാ മാവും മാമ്പഴവും തമ്മിലുള്ള വ്യത്യാസമാണ്. മാവിനേക്കാൾ മാമ്പഴം പറഞ്ഞില്ല. പക്ഷെ മാവ് ആർക്കാതെ നമുക്ക് രുചിക്കാൻ പറ്റുമോ, മാമരത്തിന് ആർക്കാതെ രുചിക്കാൻ പറ്റുമോ അവരാത്. പക്ഷെ മാമരത്തിനേന്ന് വന്ന മാമ്പഴം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. അതുമാതിരി ഇതിനേന്ന് വന്ന് ഇതിനേന്നെല്ലാം വന്ന് ഒരു ക്രീം മാതിരിയാക്കും ഭാഗവതം. അപ്പൊ ഭാഗവതം എല്ലാവർക്കും രുചിക്കാൻ പറ്റും, അത് നന്നാ മനസ്സിലാക്കാൻ പറ്റും. അപ്പടി அந்த മാവിനെ அந்த ഒരു വ്യത്യാസമാക്കും ഞാൻ നിനക്ക് അവ ചൊല്ലിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേറൊരു എക്സാമ്പിൾ പോലെ ചൊല്ലിക്കൊടുക്കാം. നെയ്യ്, പാലിന് നെയ്യ് ഇരിക്കും. നെയ്യ് ചക്കര കിടക്കുമാ കിടക്കാതെ പാലിന് എത്ര പ്രോസസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെയ്യ് കിടക്കും. പക്ഷെ നെയ്യ് എപ്പോഴാക്കും പാലേതോ അച്ഛനാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധാരണ മണ്ണാൽ ചക്കയാക്കും. പക്ഷെ அந்த പാലിനേക്കുള്ള നെയ്യ് എടുത്ത് കഴിയാത്ത എന്നാ വെച്ചാൽ அந்த നെയ്യ് എല്ലാത്തെയും ശുദ്ധമാക്കും. ഒരു നൈവേദ്യം വെച്ചാൽ ഒരു ഡ്രോപ്പ് നമ്പർ കിട്ടും. എന്നതിനാല് നെയ്ക്ക് ശുദ്ധമാക്കത്തുള്ള ശക്തി കിട്ടും. അതുമാതിരിയാക്കും ഭാഗവതം എന്ന് വരും. ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം ഞാനതിലേക്കും സന്തോഷം വായിച്ചു. അപ്പൊ അവളെല്ലാവരും കൂടെ പിന്നെ പോയി പറ്റി അപ്പൊ തിരുപ്പി നൈമിഷാരത്തിലെത്തുന്നത്. അപ്പോഴൊക്കെ നൈമിഷാരത്തിൽ പോയി ഭാഗവതത്തെ പറ്റിയുള്ള ഇത് ചെയ്ത് എല്ലാവരും പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതെല്ലാം തുടങ്ങും. പിന്നെ ഭാഗവതം ഭാഷിക്കപ്പെട്ടപ്പോൾ ആരാണ് എന്തെങ്കിലും ഒരു ചാപ്റ്റർ അത് ഒരു വാക്കാണ് മാറ്റിച്ചു ഒരു വാക്ക് നിങ്ങൾ വായിച്ചാലും പോലും ഭാഗവതം മനസ്സിൽ നനച്ചാലും പോലും. അപ്പോൾ അത് ഇപ്പൊ നമ്മളോട് ശരിക്കും നമ്മൾ ആലോചിച്ച് പറഞ്ഞാൽ 341 335 അധ്യായവും 6 അധ്യായവും ഇതിലുണ്ട് ഇല്ല മഹാത്മ്യത്തിലുണ്ട്. അത് നമ്മളിൽ നടന്നില്ല. അപ്പം ധാരാളമായിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം വായിച്ചാൽ പോലും ഒരു വർഷം, അതിനെ 20 ദിവസം പിന്നെയും എക്സ്ട്രാ 25 ദിവസം ഒരെണ്ണം വായിച്ചാൽ പോലും അത് ഞാനിപ്പോ ചെന്നതാണ് അവ എന്നൊക്കെ പറഞ്ഞു അത് ഭാഷിക്കണം ചൊല്ലിയിരുന്ന അപ്പടിയാണ് ചെയ്യാൻ. പിന്നെ സത്കർമ്മങ്ങൾ എന്നത് ഇപ്പൊ യാഗം നടത്തണം. 1000 അശ്വമേധ യാഗവും 100 വാജപേയ യാഗം. നമ്മളിന്ന് വാജ്പേയി നല്ല ചൊല്ലോ പേര് അത് എത്രയോ അത് ഒരു വലിയ യാഗമാണ്. അന്ന് യാഗം നടത്തുന്ന ആൾക്കാർക്കും അത് പേര് വരുമേ. അപ്പൊ അത്രയും യാഗവും എല്ലാം നടത്തിനാൽ പോലും ഭാഗവതം ഭാഷിച്ച് കഴിയുന്നതോട് 1/16 താൻ നമുക്ക് എഫക്ട് എടുക്കാം. ഇത് 1000 അശ്വമേധ യാഗവും എല്ലാം നടത്തിനാണ്. അപ്പൊ സപ്തമങ്ങൾ, വേദങ്ങൾ, ഓംകാരം, ഭാഗവതം, ദ്വാദശാക്ഷര മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവ, ഇത് അതുപോലെ സൂര്യഭഗവാനോട് മന്ത്രം, കാമധേനു, ദ്വാദശി, തുളസി, നാരായണമൂർത്തി എല്ലാമേ സത്കർമ്മങ്ങളാക്കും. അവളെ വിചാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം സത്കർമ്മങ്ങളാക്കും. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യണം. അതുകൂടത്തില് ഭാഗവതത്തെ ജയിച്ചു കൊല്ലുക. അപ്പോ ഇത് പിന്നെ ഭാഗവത പുസ്തകത്തിൽ കൈയാൽ തൊട്ടാലേ ഭഗവാൻ തൊട്ടത് മാതിരിയാക്കിയിട്ടുണ്ടോ. അത് ഏലത്തിനാണെന്ന് കേട്ടാലാണ് ഭഗവാൻ ഭൂലോകവാസം കഴിഞ്ഞ് ഓർമ്മേഖല ഉദ്ധവരുണ്ടേ കൂടെ ഉദ്ധവരപ്പോ വരപ്പെടാതെന്ന് കൂടെ ചൊല്ലുവരെ. അപ്പോ ചൊല്ലുവർ ഞാൻ ജനങ്ങളോട് നന്മയ്ക്ക് വേണ്ടി അവരോട് തേജസ് ശ്രീകൃഷ്ണാവതാരം വെച്ച് ഓർത്ത് അവരോട് തേജസ് இந்த ഭാഗവതത്തിൽ ഞാൻ വിട്ടിട്ട് പോറേ എന്ന് ചൊല്ലിയിരിക്കാൻ. അപ്പോ ഓരോരുത്തരോടും കയ്യിലുള്ള ഭാഗവത പുസ്തകവും ഭഗവാനാണ്. അപ്പൊ നമ്മൾ പുസ്തകത്ത് വാശിക്കത്തിന് പിന്നാലെ ഭഗവാനെ തൊട്ട് കണ്ണിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും അപ്പം ചെയ്യുമോ. പുസ്തകമേ ഭഗവാനാക്കും. അതുകൊണ്ട് അവരോട് തേജസ് അവർ വിട്ടിട്ട് പോയിരിക്കാൻ. ഇതെല്ലാം അപ്പൊ ഇന്ന കാര്യങ്ങളെല്ലാം സനകാദികൾ ചൊല്ലി ഇതുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചൊല്ലി വന്നപ്പോ എന്നാ ചെയ്യുമാ ജ്ഞാനവും പരിചാരകവും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ചൊല്ലിയിട്ട് ഇത്രയും എല്ലാം തന്നെ കേട്ടപ്പോൾ തന്നെ അവൾ എന്തിട്ടാണ്. അപ്പൊ അവൾക്ക് തോന്നിട്ട് എടാ ഇപ്പൊ ഇത്രയും എല്ലാം ചൊല്ലിയാച്ച് ഇനിയിപ്പോ നിറയെ പേർക്ക് ഇത് ഭാഷിക്കത്തുള്ള ഒരു തോന്നൽ വരും തിരുപ്പി ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദ്ധവരും ഭഗവാനോട് പ്രിയപ്പെട്ട ശിഷ്യന്മാരും ഭഗവാൻ ഇഷ്ടപ്പെട്ട ആളും എല്ലാവരും കൂടി ഇത് മുഴുവൻ
முழுவன் இவா பேசுறதெல்லாம் கேட்கறதுக்கு அங்கே வந்துட்டான். எங்கே கூப்பிடுறோமோ எത്ര இருந்தாத கீர்த்தனம் சகலசர ஹனுமான் பரமாடி ഭാഗവതത്തെ പറ്റി ചൊല്ലുമ്പോൾ ഉദ്ധവരും പ്രഹ്ലാദനും അതുമാതിരി ഉള്ളവർക്ക് അങ്ങ് വന്നിട്ടുമാണ്. അവളെല്ലാവരും പോലും അങ്ങ് വന്നിട്ടാണ്. അത് കഴിഞ്ഞ് ഇത് സനകാദികൾ ഭക്തന്മാരോട് അപ്പൊ ചൊല്ലത്തെ നിങ്ങൾ വന്ന് ഈ സനകാദികൾ ഇവെല്ലാം ഇവ രണ്ടുപേരും ഏഷ്യൻസാണ്. ഏഷ്യൻസ് അപ്പൊ അവ ചൊല്ലുക നിങ്ങൾ ഭക്തന്മാരോട് ഹൃദയത്തിലെ ഇരിക്കണം എപ്പോഴുമേ എന്നെല്ലാം ചൊല്ലിയിട്ടാക്കും അവ ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഭാഗവതം എവിടെയാണ് നടത്തണം എന്നുള്ളത് 6ാമത്തെ അധ്യായത്തിലുണ്ടോ അത് നമ്മൾ വാശിക്കാറുണ്ട്. അപ്പോൾ ഇതിക്കിടയിൽ അപ്പോൾ ഇതെല്ലാം ചൊല്ലിക്കൊടുത്തപ്പോഴാക്കും ഭാഗവതം കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് എന്നതാക്കും ഗുണം എന്നുള്ളത് കാക്കും നമ്മൾ ഒരു കഥ ആത്മദേവനെ ലഭിക്കാത്ത ബ്രാഹ്മണനോട് കഥ ചൊല്ലിയിട്ടുണ്ടോ. അവരൊരു ബ്രാഹ്മണനില്ല, അവർക്ക് കുഴന്തകളില്ലായിരുന്നത്. അപ്പോൾ അവർ കുഴന്തകളില്ലേ. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമ്മളോട് കല്യാണത്തിലെ നമ്മൾ ചൊല്ലുന്നത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നതിനാക്കാൻ മതത്തിലെ വന്നു എന്ന് ചൊല്ല പോലെ ഇവർ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് ഒരു ഗുണമില്ലാതെ ബാക്കി എതിർക്കണം തീർച്ചയായിട്ടും ആളില്ലാത്തത് കൊണ്ട് ഇവർ ரொம்ப സങ്കടപ്പെട്ടിട്ട് ഇവിടെ ആയതിനു ഇവർ കാട്ടിൽ പോകുന്ന സമയത്ത് കുളത്തിനൊക്കെ ഒരു മുനിയപ്പാപ്പൻ അപ്പോൾ മുനി മാമ്പഴം കൊടുക്കുക. എന്നാൽ മാമ്പഴത്തെ കൊണ്ട് വൈഫ് കൊടുത്തിട്ട് ഇത് നീ കഴിച്ചപ്പോൾ നമുക്ക് കുഴന്തകൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അവൾ വന്ന് ഒരു പ്രസവം എല്ലാം കഴിഞ്ഞ് എന്നെ പാപ്പ നന്നായിരിക്കാൻ വേണ്ടി ഞാൻ അത് ഒരുമാതിരിയുടെ സ്വഭാവത്തിൽ അവളത് പശു കൊടുക്കും. എന്നിട്ട് അവൾ തങ്കയോട് കുഴന്തയെടുത്ത് അവളോട് കുഴന്തമാരി ഇത് ബ്രാഹ്മണനെ പറ്റിച്ചിട്ടു. സത്യം ചെലവനെ പറ്റിച്ചിട്ട് അവൾ വളർത്തുകൾ. അവൾ വളർത്തി കഴിഞ്ഞ് പെരിശായ കൊഞ്ഞനാൾ കഴിഞ്ഞ് കഴിഞ്ഞോന്ന് ഇവനോട് സ്വഭാവം അതാണിത് മാമ്പഴത്തെ അതിന് ശേഷം പശു കൊടുക്കും. പശുക്ക് കൊടുക്കപ്പെട്ട കുഴந்தை ആൺകുഴந்தை, നല്ല ആൺകുഴந்தை. കാത് മാത്രം പശുമാരി ഇരിക്കും. അതിനാൽ അവന് ഗോകർണന് പേര് വെക്കും. പക്ഷെ അത് ഗോകർണൻ എപ്പടി അത് കുനി കൊടുത്ത മാമ്പഴത്തിലേന്ന് വന്ന കുഴந்தைയല്ല. അപ്പൊ അതിനാൽ അവനക്ക് ഭക്തി ജ്ഞാനം ഇതെല്ലാം ഉണ്ട്, നല്ല സമുദ്രം എല്ലാം തന്നെ. അതേസമയം മറ്റേ ശരിക്കും അല്ലാത്തത് തമ്പയോട് കുഴந்தை എന്നുള്ളത് ഒരു ഏറ്റവും ചീത്ത കുഴந்தைയായിട്ട് ചീത്തപ്പിള്ളയായിട്ട് വരും. അവൻ പെരുസായി കഴിയുന്നതും ഇന്ന് ബ്രാഹ്മണന്റെ സങ്കടം വരും. എന്നുവെച്ചാൽ ഇവർ ആദ്യം കുഴന്ത തുറന്നത് ചെല്ലുകൊണ്ട് ഇവർ എന്നെല്ലാം ദാനം ചെയ്തും അതും ഇതെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തിൽ ചെയ്തതാക്കും. പക്ഷെ അതിലെല്ലാം നേരെ മറിച്ചിട്ടുള്ള ഒരു പയ്യനാണോ ഇതേക്കാളും എനിക്ക് കുട്ടികളെല്ലാം വെക്കലാമേ എന്ന് അവർക്ക് സങ്കടം വരും. അപ്പൊ ഇത് നല്ല പയ്യനില്ലേ ലോകം അവൻ ചൊല്ലുവൻ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് സങ്കടപ്പെട്ടൊരു കാര്യത്തിലേക്ക് ഇപ്പൊ അങ്ങനെ നേരെ കൊണ്ടുവരികയാണ്. നിങ്ങൾ പോകും. പക്ഷെ നിങ്ങൾ പോകുന്ന സമയത്തിൽ ഭാഗവതത്തെ കയ്യിൽ കൊണ്ടുപോകും. ഭാഗവതത്തിലെ അവർ പ്രത്യേകിച്ച് ചൊല്ലപ്പെട്ടത് 10ാമത്തെ അധ്യായം. ശ്രീകൃഷ്ണനോട് അധ്യായത്തെ കൊണ്ടുപോകുമ്പോൾ അതിന് വിരോധം എന്നാണ് പേര് നമുക്ക് ചൊല്ലും. അപ്പോൾ അതൊക്കെ കയ്യിലെ കൊണ്ടുപോയി അത് പോയി വാശിച്ചിട്ട് വാശിച്ച് വന്ന സമയത്ത് എല്ലാം ദുഃഖമെല്ലാം പോയിടില്ല. അപ്പോൾ അതിനാൽ നിങ്ങൾ ഓർക്ക അത് കയ്യിലെ കൊണ്ടുപോകണം എന്ന് വരെ എൻ്റെ ഗോകർണൻ அந்த ആത്മദേവനിക്ക് ചൊല്ലിക്കൊടുക്കുക. அப்படி അവർ പോയി കഴിഞ്ഞ് கொஞ்சநாள் കഴിഞ്ഞ ഉടനെ ഇവനോട് പയ്യനോട് ഉപദ്രവം സഹിക്കാൻ முடியாതെങ്കിൽ അത് അവരോട് കൊണ്ടാട്ടി മനസ്സിലെടുത്ത് പോയിട്ട് അത് കഴിഞ്ഞ് ഗോകർണന് എനിക്കത് നടന്ന പോലെ പോയിട്ട് പിന്നെ ഇവൻ ചീത്ത സ്ത്രീകളുമായിട്ട് സമൂഹത്തിൽ ഇവൻ ആവാണെല്ലാം ചേർന്ന് ഇവനെ കൊല്ലുക. ഇവനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കായിട്ടും പിന്നെ ബാക്കി പറഞ്ഞു അതിലെന്നെ പറഞ്ഞത് ഗോകർണൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുവൻ പ്രേത രൂപം എന്നാന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രയാണം അദ്ദേഹം സ്റ്റാർട്ടഡ് ഇന്ത്യയിൽ പ്രയാണം തുടങ്ങിയാൽ ഒരു ജീവൻ ശരീരത്തിലേക്ക് പോയാച്ചെന്നാൽ അത് പ്രയാണമാക്കി തുടങ്ങുന്നത്. നമ്മൾ പോയാച്ചി തുടങ്ങും, പ്രയാണമല്ല, അത് പ്രയാണമാക്കി തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ലോകം നടക്കുന്നുള്ളത് പ്രയാണം തുടങ്ങുന്നത്. അതൊക്കെ அந்த വാക്കുകളാക്കാം. അപ്പോൾ അത് ഈ അല്ലെങ്കിൽ ഗതി അടയ്ക്കണം അല്ലെങ്കിൽ അവസാനം ഗോകർണൻ അങ്ങെല്ലാം പോകും, കാശ്മീർ പോകും, കയ്യാറിൽ പോകും. ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടല്ല അവൻ തിരുമ്പി വരും. അവൻ തിരുമ്പി എല്ലാം ഇവർക്ക് വേണ്ടിയെല്ലാം ചെയ്തിട്ട് തിരുമ്പി വന്ന് സമാനമായിരിക്കില്ല എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു നാளைക്ക് രാത്രി ഇവൻ പ്രേതം വന്ന് കൂപ്പിടിച്ചോലെ എനിക്ക് മുക്തി വാങ്ങി തരണം, നീതാ ഇനി എനിക്ക് വേറെ ആരുമില്ല, നീതാ ഗതി, നീ എനിക്ക് മുക്തി വാങ്ങി തരണം. ഞാൻ അങ്ങെല്ലാം പോയി എല്ലാം ചെയ്യുന്നേനെ എന്നിട്ടും പ്രയോജനമില്ല. അപ്പം നിങ്ങൾ അതൊന്നും ചെയ്തിട്ട് അവർക്ക് പ്രയോജനം വന്നിട്ടില്ലേ, എനിക്ക് മുക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തുമാത്രം ചെയ്യണം എന്നുള്ള സമയത്തിൽ അപ്പോൾ ഇവൻ അടുത്തനാണെങ്കിൽ പോകാൻ. അപ്പോൾ இந்த ரோகம் எனக்கு சூரியனோடெல்லாம் அருளுண்டு. അപ്പോൾ அப்படி കേട്ട് മനസ്സിലാക്കി ഭാഗവതം സപ്താഹം നടത്തിനാക്കാൻ അവർക്ക് ശരിയായിട്ടും ചൊല്ലിയിട്ട് ഇവർ സപ്താഹം നടത്തും. അപ്പോൾ സപ്താഹം നടത്തും
നടത്തി കഴിഞ്ഞ് സപ്താഹം നന്നാ നടക്കും. എല്ലാവരും വരിക, എല്ലാവരും കേട്ടിട്ടുള്ള സപ്താഹമെല്ലാം നടക്കും. അപ്പം അങ്ങനെ മുളയാറുള്ളതുണ്ടാകും, മുളക്കുള്ളിയാക്കും, പ്രേതം വരെ ഒക്കാണ്ടിട്ടും അത് കഴിഞ്ഞ് ഓരോ മുളയായിട്ട് പോകും. ഇന്നത്തെ കഥ നമുക്ക് തിരികെ ഞാൻ ചിന്നതായിട്ട് ചെല്ലുമല്ലോ. ഓരോ മുളയും പൊട്ടി വീഴ്ച കഴിയും. ഇന്ന് കഴിച്ചു കഴിയുന്ന സമയത്തിൽ അത് അവൻ തിരുമ്പി പോവൻ. അപ്പം അന്ന് പോണ സമയത്തിൽ ഇവൻ പോണ സമയം എല്ലാം ആയാച്ച് ഇവനെ കൊണ്ടുപോയിട്ട് വിഷ്ണുദൂതന്മാർ വരുക. വിഷ്ണുദൂതന്മാർ വരുന്ന സമയത്തിൽ ഇവനോട് രൂപം വ്യക്തി മാറുന്നത് தெரியுமா? അവനക്ക് அந்த പ്രേതത്തിൽ ഒരു ദിവ്യരൂപം പറഞ്ഞു. കഴുത്ത് തുളസിമാല, ശ്യാമ കൃഷ്ണനോട് നവ കിരീടം കുണ്ടലം പീതാംബരം ഇതെല്ലാം അവൻ அந்த வந்துடுறது. அப்போ இது எப்படி வருதுன்னு பார்த்தானாக்கா அத்தனை அந்த நாள் முழிச்சும் பாக்கி எல்லாரும் கேட்டாலும் இந்த பிரேதம் மாத்திரம் எப்படி அது கேட்டுக்கொண்டிருக்கு വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. വേറെ ഒന്നും ആലോചിക്കത്തില്ലേ. നേരെ മറിച്ച് ഇപ്പം വീട്ടിലേക്ക് വന്ന ഒരാൾക്കാരാകുമ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അതിന് ഇപ്പോഴേ പല കാര്യങ്ങളും കിട്ടും. പക്ഷെ ഇത് പ്രേതത്തിൽ വേറെ പറ്റി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പം അത് മനനം മാത്രം തന്നെയല്ല. മനനം ചെയ്ത് കളിക്കുമ്പോൾ അത് 12 രൂപതാണ്. അത് മനസ്സിന് ഇതിനെ തിരുപ്പി മനനം ചെയ്തിട്ടുള്ളതിനാൽ അവനക്ക് അത് എല്ലാം അവൻ ചെയ്ത പാപമെല്ലാം പോയി അതിൻ്റെ ദിവ്യ രൂപവും കടച്ച് വിഷ്ണു ഭക്തന്മാർ അത് കൂട്ടിയിട്ട് പോകാൻ വരിക. അപ്പോൾ കൂട്ടിയിട്ട് പോകുമ്പോൾ വന്ന സമയത്തിൽ കേൾക്കാം അത് ഇത് ബാക്കിയുള്ള ഓരോന്നും കേൾക്കാം. ഞാൻ ഇത്ര നാളെ ഇത്ര നല്ലവനായിരുന്നു എനിക്കെന്നെ ഇത്രയും ആൾക്കാർ ഞങ്ങൾ കേട്ടോ ഇവിടെ കൂട്ടത്തിൽ ഇതിനെ മാത്രം നിങ്ങൾ എന്നതിനാലും കൂട്ടിയിട്ട് പോകുമ്പോൾ ഒന്ന് ചൊല്ലപ്പെയായിരുന്നു. നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്നാലും ഇവൻ മാത്രം ഞാൻ വേറെ ഒന്നെ പറ്റിയുമേ എനിക്കതെനിക്ക് ഭഗവാനെ എനിക്ക് എപ്പോഴാ ബുദ്ധി വേണം ഭഗവാൻ 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 എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കാൻ. അതിനാലേ ആർക്കും അവനെ കൂട്ടിയിട്ട് പോകണം. പക്ഷെ നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. ഇനി അടുത്ത ചിങ്ങമാസത്തിൽ നിങ്ങൾ ഒരു ഭാഗവത സപ്താഹം നടത്തുന്നു. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ரொம்ப ഭക്തിயாக இருக்கும். ഉங்களுക്കും മുക്തി കിടക്കുള്ളത് വരും എന്ന് ചൊല്ലിയിട്ട് പോവാം. അത് കഴിഞ്ഞ് അടുത്ത ചിങ്ങമാസത്തിൽ അവൻ നടത്തുവൻ. പക്ഷെ അവൻ നടത്തി കഴിയാത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത് പോരവ എല്ലാവരും വളരെ ശ്രദ്ധയായിട്ട് ചെയ്തത് കൊണ്ട് അത് ഊരിലുള്ള സകലർക്കും ചരാചരങ്ങൾക്കെല്ലാം വൃക്ഷം ലതകൾ മുതൽ തുടങ്ങി ചണ്ടാളന്മാർ മുതൽ എല്ലാവർക്കും മുക്തി കിടക്കണം അത് നടത്തിനപ്പോൾ അത്രയും. അപ്പോൾ ഇതിലേത് നമുക്ക് മനസ്സിലാകും എപ്പോഴും ഭാഗവതം വായിക്കണം. ഭാഗവതം വായിച്ചാൽ ഉള്ള ഗുണം എന്നത് അത് എങ്ങനെ കൊണ്ട് നമ്മളെ എത്തിക്കും എന്നുള്ളത്. അതിൽ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം തന്നെ മറന്നുപോയിട്ട് നാരദനിപ്പടി കൊണ്ടുപോകാനല്ലോ ഇവാളത്തിൻ്റെ രണ്ടാമത് ജീവനെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയെല്ലാം ചെയ്തിട്ടെല്ലാം ഇരുന്നാലേ. അപ്പോൾ അതിനിടെ ബ്രഹ്മ പരീക്ഷത്ത് ചൊല്ലിക്കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് പരീക്ഷത്ത് പാമ്പോട് പാമ്പ് കടിച്ചല്ലോ ചെത്തുപോകും. അപ്പം അതുമാതിരിയുള്ള മരണത്തിന് ആക്ച്വലി മോക്ഷം കിടയാറ്, മുക്തി കിടയാറ്. അപ്പോൾ ബ്രഹ്മ ആലോചിക്കുക ഇതെന്നാ ഇവർക്ക് എപ്പടി ഞാനെല്ലാം ചൊല്ലാം എല്ലാവരും ചൊല്ലണം. ഇവർക്ക് പരീക്ഷയ്ക്ക് മോക്ഷം കിടച്ചത് ചൊല്ലാം. അതെപ്പടി കിടക്കാനൊക്കെ ചാൻസ് എന്നാ അത് സർപ്പദംഷ്ടമായിട്ട് മരിച്ചവർക്ക് എപ്പോഴൊക്കെ ചാൻസ് ചൊല്ലി അവർ ഒരുപാട് ആലോചിച്ചിട്ട് അവർക്ക് തോന്നുന്നത് മുക്തിക്കുള്ള 6 മാർഗങ്ങളുണ്ട്. 6 മാർഗം തന്നെ സാഖ്യം, യോഗം, വൈശേഷികം, ന്യായം, പൂർവമീമാംസ, ഉത്തരമീമാംസ. இப்படி 6 മാർഗത്തിലാകും മുക്തിക്കുള്ളത്. അത് ഇതിൻ്റെ 6 എണ്ണത്തിലും ഓരോ മുനിമാരുണ്ട്. അതിൽ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം വേറെ ഉണ്ട്. അപ്പം ഇന്ന് 6 ശാസ്ത്രത്തോട് പുസ്തകത്തെയും ഭാഗവതത്തെയും ഒരേ ക്ലാസ്സോട് 2 ഇതിലായിട്ട് വെക്കാം. അപ്പോൾ എന്നാ ഭാഗവതം ഓടും, ബാക്കിയുള്ളതെല്ലാം നേരെ. അപ്പം ഭാഗവതക്കാർക്ക് ഇത്ര ശക്തി എന്നുള്ളത് അന്നൊക്കെ അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിത് ഇതുമാതിരി ഇനി വാശി വർഷം എൻ്റെ ദേവിയും ബ്രഹ്മാവനായാലും സത്യലോകത്തിലെ ഇത്ര വർഷങ്ങൾ ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്കും വൈകുണ്ഠ ലോകത്തേക്കെല്ലാം പോകണം. അവിടെയെല്ലാം ഇനി നമ്മൾ വാശിക്കത്തെ വരും. അത് ഇത് മാത്രം കടന്ന് പിന്നെ എല്ലാ മാസത്തിലെയും അല്ല 2 മാസം മാത്രം നടത്തപ്പെടാതെ ഭാഗവതം ബാക്കിയുള്ള എല്ലാ മാത്രം. പിന്നെ ഇതിലെ ചൊല്ലിയിരിക്കുന്നത് ഭാഗവതം ആരെല്ലാം കേൾക്കലാം, ആർക്ക് വേണം എല്ലാവരും കേൾക്കലാം. അതിന് പ്രത്യേകിച്ച് ദാരിദ്ര്യമുള്ളവ, അസുഖമുള്ളവ, കുഴന്തകളില്ലാത്തവ, ഒരു കുഴന്ത മാത്രമുള്ളവ. ഒരു കുഴന്ത മാത്രമുള്ള ആൾക്കും ദുഃഖമാക്കും നാൾക്കും ഭാഗവതം കേൾക്കണം. അതിനാൽ ഒരു കുഴന്ത മാത്രമുള്ളവ ഇതുമാതിരിയുള്ള എല്ലാവർക്കും അസുഖമുള്ളവ എല്ലാവർക്കും ഭാഗവതം കേൾക്കണം. ഭാഗവതം കേട്ട് കഴിയുന്നത് അതിലേത് നമുക്ക് കിട്ടേണ്ട എല്ലാ ഭക്തിമാർഗവും ഇതും നമുക്ക് കിടച്ചിട്ടും അത്
അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. കേട്ടിട്ടുണ്ടാവും, ശ്രവണം ചെയ്താൽ പോലും. അജാമിള ചരിത്രത്തിലെ ജന്യമാതിരി അല്ല, അന്തരീക്ഷ ചരിത്രത്തിൽ ജന്യമാതിരി ഭഗവാനെ നമ്മൾ സ്മരിക്കണോ, ഭഗവാനെ സ്മരിക്കുന്ന പോലെ തന്നെയാണ് ഭഗവത് ഭക്തന്മാരെ ആരാധ വായിച്ചിട്ടുണ്ട് വേണം, അതാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഭക്തന്മാരുടെ ആർക്കും ഭഗവാനോട് കൂടുതൽ ഇഷ്ടം. ഭക്തി ലോകത്തിൽ വന്നു കഴിഞ്ഞ് ഈ ഭക്തി വന്ന് കലിയുഗത്തില് എല്ലാ ലോകങ്ങളെക്കാട്ടിലും ഭഗവാന്റെ ഇഷ്ടം ഭൂലോകമാണ്. അതിപ്പോ എല്ലാ ഇതും നമ്മളുടെ 6 മതങ്ങളും മീൻസ് ശൈവ വൈഷ്ണവങ്ങൾ എല്ലാത്തിനെയും ചൊല്ലും. ഏത് ആരെന്നെ ചെയ്താലും അതിലേക്ക് മുക്തിക്കുള്ള വഴി ഭൂലോകം താൻ. തപസ് ചെയ്യണമെന്ന് ഭൂലോകം താൻ. നമുക്കേ தெரியும், ശിവൻ ഇടയ്ക്കിടയ്ക്ക് പാർവതിക്ക് അനുവാദം തന്നിട്ട് നീ ഭൂലോകത്തിൽ പോ, അവിടെ പോയി തപസ് ചെയ്ത് എങ്ങൂടെ വാ, അപ്പൊ തന്നെ ചൊല്ലുവൻ. അതുമാതിരി ഭൂലോകമാക്കും ഏറ്റവും പവിത്രമായ സ്ഥലം. അപ്പൊ അതിലുള്ള ഭക്തന്മാർക്ക് എല്ലാവർക്കും ഭക്തി വന്നു കഴിയട്ടെ. ഭഗവാൻ ഓരോരുത്തരോട് മനസ്സിലായിട്ടും വിഷ്ണുലോകത്തിലേക്ക് പോലും അവർക്ക് ഇറങ്ങി ഭൂലോകത്തേക്ക് വരേണ്ടി വരും. അത്രയ്ക്കും ഭക്തി കൂടുതൽ തരും ഭാഗവതം. ഭാഗവതം ചൊല്ലിക്കൊടുക്കപ്പെട്ട ആൾക്ക്, ഭാഗവതം ചൊല്ലിക്കൊടുക്കപ്പെട്ട ആൾക്ക് അത് നിറയെ പേർക്ക് അത് കാരണം ഉപകാരം വരപ്പെട്ട ആൾക്ക് അവൾക്കും തീർച്ചയായിട്ടും ദൈവം നിറയെ പേർക്ക് ചൊല്ലിക്കൊടുക്കട്ടെ. നമ്മൾ മാത്രം അറിഞ്ഞേണ്ട ഒരു കാര്യമില്ല, അത് നിറയെ പേർക്ക് ചൊല്ലിക്കൊടുക്കുക. അതിനുള്ള എസൻസ് ഇത്രയാക്കും. നിങ്ങൾ ചൊല്ലുകയോ ചൊല്ലുകയോ അത് നടത്തപ്പെട്ട ആൾക്ക് എല്ലാവർക്കുമേ ഭഗവാനുടെ പാതാരവിന്ദത്തിന് താൻ പോയി ചേരുക എന്ന് പ്രത്യേകിച്ച് വരികയിലേക്ക്. പിന്നെ അത് ഭാഗവതം വായിച്ച് ഓരോ പ്രാവശ്യവും വായിക്കത്ത് നമുക്ക് ഓരോ മീനിങ് തോന്നും. ഇന്നൊക്കെ വായിക്കത്ത് നമ്മൾ ഒരെണ്ണമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, വേറെ ഒരാൾ വായിക്കത്ത് അന്നൊക്കെ അന്ന് പോയിന്റ് ഇരിക്കാം. അപ്പോൾ നിറയെ വായിച്ചാലും ജ്ഞാനം കൂടില്ല. അപ്പോൾ വന്നു കഴിയുന്നത് സച്ചിദാനന്ദം പറയും. സച്ചിദാനന്ദം ചൊല്ലപ്പെട്ട് വരുന്നത് അതൊരു വലിയ ഒരു ഭയങ്കര ചിരിയുള്ള ഒരു സാധനമല്ല. സച്ചിദാനന്ദം എന്നുള്ളത് സത്ത് ചിത്ത് ആനന്ദം. അതെന്താ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എല്ലാം ഇനി അതിനിട്ട്. അപ്പൊ നമുക്ക് അത് വേണം, ഇത് വേണം. അന്ത ഒരു ഇത് പറഞ്ഞ സമയത്ത് നമുക്ക് മാക്സിമം ആയിട്ടുള്ള ആനന്ദം നമുക്ക് കിടക്കാറില്ല. നമുക്ക് ദൈവം എല്ലാം തന്നയച്ച് നമുക്ക് എന്തെല്ലാം അർഹതയുണ്ടോ അതെല്ലാം നമുക്ക് ദൈവം തന്നയച്ച് അർഹത ഉള്ളതെല്ലാം തരില്ല. അന്ന് പ്രത്യേകിച്ച് നമ്മളത് വര കൊടുക്കണം. അതായത് നമുക്ക് എന്തെല്ലാം അർഹതയുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കാൻ. അത് ഉള്ളത് വെച്ചിട്ട് സന്തോഷമായിട്ട് അവരെ മാത്രം നനച്ചിട്ട് ജീവിക്കത്തില്ല. ഇപ്പോൾ ശരിക്കും നമ്മളോടെല്ലാം കാര്യം ചൊല്ലണമെന്നെല്ലാം സത്യം നമ്മൾക്ക് വേണ്ടി ചൊല്ലേ. നമ്മളെന്താ 60 വയസ്സിന് മേലെയാകും ഇതെല്ലാം തുടങ്ങിയിരിക്കില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് പിന്നെ ഒരു വാസനാമലം ചൊല്ലിയിട്ട് നമ്മളിത് കഥയെല്ലാം ചൊല്ലപ്പെട്ടതാ ചൊല്ലുക. വാസനാമലം എന്നാ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നത്തെ ജന്മത്തിൽ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ടോ ഇതോട് ഒരു ചിന്ന എഫക്റ്റ് അടുത്ത ജന്മത്തിൽ വരും. അത് എന്നതായിട്ട് എടുത്താലും വരും. അതിന് വേറെ കഥകളെല്ലാം ഉണ്ട്. എന്നെ പറഞ്ഞാലും അത് വരും. ഇപ്പൊ നമുക്ക് ഇപ്പോഴാണ് വാശിക്കുന്നത്. ഇപ്പോൾ ഒരു 5 വർഷത്തിന് നമുക്ക് ആരും ഇതെപ്പറ്റി ഒന്നും தெரியாതായിരുന്നത് ഇല്ല. ഇപ്പോൾ ഒരു 5-6 വർഷം തന്നെ ആക്കി. അപ്പൊ ഇപ്പോഴാണെങ്കിലും നമുക്ക് ഇത് വാശിക്കണം എന്ന് നമുക്ക് തോന്നിട്ടുണ്ടാകാം. നമ്മൾ ഏതോ ജന്മത്തിൽ നിറയെ പുണ്യം ചെയ്തിട്ടുണ്ടോ അതിനാലായിട്ട് നമുക്കിപ്പോൾ ഇത് വാശിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അത് തോന്നി വന്നു. അപ്പൊ അത് ഇതിന്റെ വാസനാമലം എന്നുള്ളത് ഈവൻ സ്വാമിമാർക്കുണ്ട്. അതായത് രാമരോട് കൃഷ്ണ അവതാരം വന്നപ്പോൾ ഏതോ ഒരു ദിവസം ദേവി തൈര് വളർന്നിട്ടുള്ള സമയത്തിന് എന്തൊക്കെയോ കൃഷ്ണക്ക് പെട്ടെന്ന് പോകണമെന്നത് അത് പിന്നാലുള്ളതിനെ പറ്റി ഒരു ചിന്ന ഓർമ്മ വന്നിട്ട് അതിനെല്ലാം ചൊല്ലുക. അതുമാതിരിയെല്ലാം ഉണ്ട്. അതുമാതിരി നമ്മൾക്കും ഇപ്പോൾ നമ്മൾ നിറയെ വാശിക്കണോ ഇനി നമുക്ക് മോക്ഷം തന്നെ നമുക്ക് ഉടനെ ദൈവം മോക്ഷം തരുമെന്നൊന്നും നമുക്ക് ചൊല്ലാൻ முடியாது. നമ്മൾ എല്ലാം ചെയ്തിരിക്കുമെന്നൊന്നും ചെയ്യാതെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇനിയും ഇപ്പോൾ ജീവിച്ചാലും ഇനി വന്നാലും ഭഗവാനെ ഓർത്ത് ഭഗവാനെ വിചാരിച്ച് ജീവിക്കപ്പെട്ടുള്ള ഒരു ബുദ്ധി മാത്രം ദൈവമേ തരണമേ എന്ന് മാത്രം നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ സപ്താഹം വായിച്ചു തുടങ്ങിയപ്പോൾ 2-3 വർഷം ആയച്ച്. അപ്പോൾ നമ്മളിന്ന് സപ്താഹം മുഴുവൻ വായിച്ചു കഴിയാത്ത അല്ലാണ്ട് ഞാനിത് ചെയ്തേ എനിക്കിത് കഴിവ് ഇതിൻ്റെ മാലുള്ള ഒന്നും പോയാലെങ്കിൽ നമ്മളോട് വാഴയിൽ വരപ്പെട്ട വാക്കുകളാണ്. ഇപ്പം ഒന്നും தெரியாது. ഞാൻ ചൊല്ലുമ്പോൾ ഭഗവാൻ നമുക്ക് എന്നവാ ചൊല്ലിത്താൻ നമുക്കൊന്നാട്ടി தெரியா. എന്നെ ചെയ്താലും അത് ദൈവത്തോട് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യണമെന്നും ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യപ്പെടാതെ എന്നും ഉള്ള വിചാരത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ എല്ലാവരും നന്നാക്കാൻ വാശിക്കണം. ഞാൻ വാശിക്കണം ഒന്നുമില്ല. നമ്മൾ സന്തോഷമായി